സെൻ സന്യാസിമാർ പറഞ്ഞിരുന്നൊരു സുന്ദരമായ കഥയുണ്ട്. അല്പം മുട്ട നിറച്ച വലിയൊരു മുട്ടക്കൂടയും ചുമന്ന് ഒരു മനുഷ്യൻ നടക്കുകയാണ്. നടന്നപ്പോൾ കാട്ടുവഴി ഓരത്ത് അയാൾ വിശ്രമിക്കാൻ ഇരുന്നു. മുട്ടക്കൂട താഴെ വെച്ചു. അതിലൂടെ കടന്നുപോയ ഒരു പെരുമ്പാമ്പ് ഈ മുട്ടക്കൂടിനകത്ത് അഭയം തേടി. അത് അയാൾ അറിഞ്ഞതേയില്ല. പെരുമ്പാമ്പിനെ തിരഞ്ഞു വന്ന ആളുകൾ സ്വരമുയർത്തി പെരുമ്പാമ്പ് ഇവിടെയൊക്കെയോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പെരുമ്പാമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആ കൂട പെട്ടെന്ന് എടുത്ത് ഉയർത്തി തലയിൽ വെച്ച് ഓടാൻ തുടങ്ങി. അയാൾക്കറിയില്ലല്ലോ പെരുമ്പാമ്പ് അയാളുടെ കൂടക്കകത്ത് തന്നെ ഉണ്ടെന്ന്. വല്ലാത്ത വ്യഗ്രതക്കിടയിൽ ഈ മുട്ടക്കൂടിന് ഭാരം കൂടിയത് പോലും അയാൾ അറിഞ്ഞിട്ടില്ല. മരണപ്പാച്ചിലിൽ ഭാരം കൂടിയതോ മാറ്റം വന്നതൊന്നും നമ്മളറിയില്ലല്ലോ. ഇത് ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു കഥയായിട്ട് കാണുക. നമ്മളൊക്കെ ചുമന്ന് നടക്കുന്ന ആ ഭാരത്തിൽ നിന്നും ഓടി ഒളിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. എന്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നതോ ആ ഭാരത്തെ നമ്മളിങ്ങനെ ശിരസിലേറ്റിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു തമാശയല്ലേ ഇത് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി. ഞാനും നിങ്ങളൊക്കെ വഴിയിൽ കിടന്ന് ഏതൊക്കെയോ ഭാരങ്ങൾ എടുത്ത് തലയിൽ വെച്ച് ദുർവാഹ ഭാരവാഹികളായി മാറിയിട്ടുണ്ട്. ഇതെന്നാണ് നമ്മൾ തിരിച്ചറിയുക. സാധാരണഗതിയിൽ നമ്മൾ ചുമക്കുന്ന കുറേ ഭാരങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാരം അഹന്തയുടെ ഭാരം. ഒരു രാജകുമാരന് മാലാഖമാരുടെ അസൂയ തോന്നിയത്രേ. മാലാഖമാരുടെ അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെപ്പോലെ പറക്കണം, എനിക്കെല്ലാം ഉണ്ടായിരുന്നിട്ടും നിങ്ങളെപ്പോലെ പറക്കാൻ പറ്റുന്നില്ല, ചിറകില്ലാത്തതുകൊണ്ടാണ് എനിക്ക് പറക്കാൻ പറ്റാത്തത്. മാലാഖമാർ അയാൾക്ക് ഉടൻ തന്നെ ചിറക് കടം കൊടുത്തു. അയാൾ ചിറക് ശരീരത്തോട് ചേർത്ത് വച്ച് പറക്കാൻ ശ്രമിച്ചു, ഉയരാൻ ശ്രമിച്ചു. പക്ഷേ കിതച്ച് താഴെ വീണു. ഏതൊക്കെ ചിറക് മാറി മാറി വെച്ചിട്ടും പറക്കാൻ പറ്റുന്നില്ല. അയാൾ മാലാഖമാരോട് ചോദിച്ചു, എന്തെനിക്ക് പറക്കാൻ പറ്റാത്തത്? മാലാഖ പറഞ്ഞു, നിനക്ക് പറക്കാൻ പറ്റാത്തത് ചിറക് ഇല്ലാത്തത് കൊണ്ടല്ല, അകത്ത് ഞാനെന്ന ഭാരം ഉള്ളത് കൊണ്ടാണ്. ഞങ്ങൾക്ക് പറക്കാൻ പറ്റുന്നത് ചിറകുള്ളത് കൊണ്ടല്ല, അകത്ത് ഞാനെന്ന ഭാവം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അഹന്ത മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിരത്തിലും പറക്കാൻ പറ്റില്ല. താഴേക്ക് ഭാരം താങ്ങി നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ ദുർവഹ ഭാരവാഹിയായി മാറുന്നുണ്ട്. രണ്ടാമത്തെ ഭാരം ആർത്തിഭാരം. സോക്രട്ടീസ് പറഞ്ഞിരുന്ന സുന്ദരമായ കഥയുണ്ട്. മലവെള്ളപ്പാച്ചിലാണ്. ആളുകൾ കായലോരത്തിരുന്നു കൊണ്ട് ഇങ്ങനെ പാഞ്ഞു പോകുന്ന വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് സൂക്ഷ്മതയോടുകൂടി. ഒരാൾ നോക്കുമ്പോൾ കറുത്തൊരു ഭാണ്ഡക്കെട്ട് താഴേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അത് വലിയ നിധി കലർന്ന ഏതോ ഒരു ഭാണ്ഡക്കെട്ടാണെന്ന് കരുതി അയാൾ ഓടി അതിലേക്ക് ചാടി. എന്നിട്ട് കെട്ടിപ്പിടർന്നു. അത് അയാളെയും കെട്ടിപ്പിടർന്നു. പിന്നെ അപ്രത്യക്ഷമായി. എന്തായിരുന്നു? ഒരു കരടിയാണ് അങ്ങനെ ഒഴുകിപ്പോയിരുന്നത്. ആ കരടിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ കരടി അയാളെ സ്വന്തമാക്കി. നമുക്ക് ആവശ്യത്തിനുള്ളത് ഓക്കെയാണ്. ആവശ്യത്തിനുള്ളതിനും അപ്പുറത്തേക്ക് ആഗ്രഹിച്ച് കഴിയുമ്പോൾ അത് അത്യാഗ്രഹമായിട്ട് മാറി. അത്യാഗ്രഹം അത്യാപത്തായി മാറുന്നു, അതിഭാരമായിട്ട് മാറുന്നു. അമിതഭാരം നമ്മെ വല്ലാത്ത ആറ്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ വാട്ട് യു പൊസസ്സസ് യു. നമ്മൾ പൊസസ് ചെയ്യുന്നത് നമ്മളെ പൊസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഭാരമായിട്ട് മാറും. അതുകൊണ്ടാണ് തീവണ്ടിയിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ലെസ് ലഗേജ് മോർ കംഫർട്ട്. ലഗേജ് കുറച്ചാൽ, ഭാരം കുറച്ചാൽ ജീവിതം കുറച്ചുകൂടി, യാത്ര കുറച്ചുകൂടി സുന്ദരമായി മാറും. ഈ ആർത്തിയുടെ ഭാരവും അഹന്തയുടെ ഭാരമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ജീവിതം കുറച്ചും കൂടി സുന്ദരമായി മാറുന്നുണ്ട്. അടുത്ത ഭാരം ഉത്കണ്ഠ ഭാരം. ഐറിഷ് വൺ ആക്ട് പ്ലേകളിലൊന്നിൽ വളരെ രസകരമായൊരു കഥാപാത്രമുണ്ട്, മിസ്റ്റർ എങ്സൈറ്റി. ഇയാൾക്ക് എപ്പോഴും എങ്സൈറ്റിയാണ്. ആരെങ്കിലും കെട്ടിപ്പടരുമ്പോൾ അയാൾ വിട്ടുപോകുമ്പോൾ എന്ന് അയാൾ ഉത്കണ്ഠപ്പെട്ട് ഇരിക്കുകയാണ്. അയാൾ സന്തോഷിക്കുന്ന, എല്ലാവരും ഞാൻ സന്തോഷിക്കുമ്പോൾ സന്തോഷം തീർന്നു പോകുമോ എന്ന ഉത്കണ്ഠയാണ് അയാൾക്ക്. ഇനി നല്ലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അയ്യോ ഇനി ഫംഗ്ഷൻ തീർന്നു പോകുമല്ലോ എന്ന ഉത്കണ്ഠയാണ്. വസന്തകാലത്തിൻ്റെ എല്ലാ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിക്കുന്നതിന് പകരം അയ്യോ വസന്തകാലം തീർന്നു പോകുമല്ലോ എന്ന ഉത്കണ്ഠയാണ് അയാൾക്ക്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് രോഗം വരുമോ എന്ന ഉത്കണ്ഠയാണ് അയാൾക്ക്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളും മിസ്റ്റർ എങ്സൈറ്റി ഓർ മിസ്സിസ് എങ്സൈറ്റി, മിസ് എങ്സൈറ്റി ഒക്കെ ആയി മാറിയിട്ടില്ലേ പലപ്പോഴും.
ഇന്നത്തെ ജീവിതം ഒരു തരത്തിലും സന്തോഷിച്ചുകൂടാ എന്ന് നമ്മളൊരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ച പോലെയാണ്. എപ്പോഴും ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും നഷ്ടപ്പെടാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ദുഃഖത്തിൽ നമ്മെ തന്നെ കെട്ടിയിടുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ എനിക്കുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുക. അടുത്ത ഭാരം, കുറ്റബോധ ഭാരം. എല്ലാവരും തന്നെ വീണു പോകുന്നവരാണ്. പക്ഷേ ചില ആളുകൾക്ക് വീഴ്ചയെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കുറ്റബോധം നല്ലതാണ്, പക്ഷേ അമിത കുറ്റബോധം നല്ല ബോധമല്ല, അത് മോശം ബോധമാണ്. ഒരാളെ ഭാരം തൂങ്ങി നിലത്തേക്ക് വീഴ്ത്തിക്കളയുന്ന വല്ലാത്തൊരു ബോധമാണ് അമിത കുറ്റബോധം. ഈ അമിത കുറ്റബോധത്തിലാണ് ആളുകൾ നീറി ഇല്ലാതാകുന്നത്. ഒരു യുവാവ് ഗുരുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഗുരുവിനോട് പറഞ്ഞു, ഞാനിപ്പോൾ അഴുക്ക് നിറഞ്ഞ ഒരു വസ്ത്രം പോലെയാണ്, മുഷിഞ്ഞ വസ്ത്രം. ഈ മുഷിഞ്ഞ വസ്ത്രം ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ് കളയുകയാണ് വേണ്ടത്. ഗുരു പറഞ്ഞു, ആര് പറഞ്ഞു? മുഷിഞ്ഞ വസ്ത്രമൊക്കെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ പിന്നെ വസ്ത്രം ഉണ്ടാവില്ലല്ലോ. ഇനി നിന്നോട് കാര്യം പറഞ്ഞു തരട്ടെ, സാധാരണ തത്വമാണിത്. ഏത് മുഷിഞ്ഞ വസ്ത്രമാണ് നല്ല കാരത്താൽ അലക്കി വെളുപ്പിച്ചെടുക്കാൻ പറ്റാത്തത്? നല്ല കാരം ഉണ്ടെങ്കിൽ വെളുപ്പിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് ഏത് മുഷിഞ്ഞ വസ്ത്രമുണ്ട്? ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പറഞ്ഞു, നിൻ്റെ പാപം രക്താംബരം പോലെയാണെങ്കിലും മഞ്ഞ് പോലെ ഞാൻ വെളുപ്പിക്കും, എനിക്ക് സാധ്യമാകും. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് ഇത്രയ്ക്കേറെ കുറ്റബോധം കൊണ്ടുവരിക എന്ന ചോദ്യം നമ്മളും ചോദിക്കുക. കാരണം കുറ്റബോധത്താൽ ആ ഭാരം ചുമന്ന് നിലത്തേക്ക് വീണു പോകുന്ന ഒരാൾ പിന്നെ ആകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആളാണ്. ആകാശത്തോളം ഉയർന്നു പോകണമെന്നുണ്ടെങ്കിൽ ഈ ഭാരമൊക്കെ വെടിയണം. പ്രത്യാശയുടെ ചിറകുണ്ടാകണമെന്നുണ്ടെങ്കിൽ അമിത കുറ്റബോധത്തിൻ്റെ ഭാരത്തിൽ നിന്നും അയാൾ തന്നെ മോചിപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ ജീവിതത്തെ ഒന്നുകിൽ നിങ്ങൾക്ക് വിലാപയാത്രയാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർത്ഥയാത്രയാക്കാം, അതും അല്ലെങ്കിൽ വിനോദയാത്രയാക്കാം. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരു വിനോദയാത്രയും തീർത്ഥയാത്രയുമാക്കി മാറ്റുക. സദാ പരിഭവിച്ച്, സദാ പരിതപിച്ച്, സദാ കുറ്റപ്പെടുത്തി, സദാ കുറ്റം പറഞ്ഞ് ജീവിതത്തെ വിലാപയാത്രയാക്കി മാറ്റാതിരിക്കുക. നല്ല യാത്ര നേരുന്നു.